ഹായ് ഹലോ, ജസ്റ്റ് ഒരു അപ്ഡേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 13 ദിവസത്തോളം നമ്മളുടെ 60 ഡേയ്സിൻ്റെ കേരള സെറ്റ് എക്സാമിൻ്റെ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ നിങ്ങളെന്തായാലും ഫുൾ വീഡിയോ ഒന്നും കാണുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഫുൾ വീഡിയോ കണ്ട് തന്നെ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഡൗട്ട്സ് ഒന്നും ചോദിക്കുന്നതായിട്ടും കണ്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതത് സമയത്ത് തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 15 ഡേയ്സ് ആവാറായി നമ്മളുടെ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 15 ഡേയ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഈ ഒരു ചലഞ്ച് നമ്മൾ കൊണ്ടുപോയി. ഞാൻ ചോദിക്കുവാണ്, ഐ ജസ്റ്റ് വോണ്ട് ടു നോ യുവർ ഒപ്പീനിയൻ. ഈ 15 ഡേയ്സിൻ്റെ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾക്കൊരു ടെസ്റ്റ് ഡേ സംഘടിപ്പിച്ചാലോ, ഒരു 30 ക്വസ്റ്റ്യൻസ് ഓരോന്നിനും ഓരോ മിനിറ്റ് വീതം സമയം തരാം. യൂഷ്വലി നമ്മൾ സെറ്റിലൊക്കെ ഉള്ളതുപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഈ 30 ക്വസ്റ്റ്യൻസ് അത് നമ്മൾ ഈ 15 ദിവസം പഠിച്ച ടോപ്പിക്സിൽ നിന്ന് തന്നെയുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ പിന്നെ എളുപ്പമായിരിക്കുമല്ലോ. നമ്മൾ ഈ 15 ദിവസം കൊണ്ട് എടുത്തിട്ടുള്ള ടോപ്പിക്സിൽ നിന്നുള്ള 30 ക്വസ്റ്റ്യൻസ് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ പ്രിമിയർ ചെയ്യാം. അപ്പോൾ പ്രിമിയർ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും അതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അതേ വീഡിയോൻ്റെ എൻഡിൽ തന്നെ അതിൻ്റെ ആൻസർ കീയും കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം പ്രോഗ്രസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുക. അങ്ങനെ നമ്മൾക്ക് ഒന്ന് ചെയ്താലോ. ഇപ്പോൾ നാളെ കഴിഞ്ഞ് നമ്മളുടെ 15th ഡേയുടെ വീഡിയോ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഒരു 17-ാം തീയതി ഒക്കെ ആയിട്ട്, ഇന്ന് 14-ാം തീയതിയാണ്, 15-ാം തീയതി 16 കഴിഞ്ഞ് 17-ാം തീയതി 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇത്തരത്തിലുള്ളൊരു ടെസ്റ്റ് സീരീസ് വെച്ചാൽ എങ്ങനെയുണ്ടാകും എന്നുള്ളതിൻ്റെ അഭിപ്രായം നിങ്ങളെ അറിയിക്കുക. ആൻഡ് ഈ പറഞ്ഞ പോലെ 15 ഡേയ്സിൽ നമ്മൾ പഠിച്ച ടോപ്പിക്സിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം പഠിക്കാനുള്ളൊരു സമയം ഉണ്ടായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ വരുന്ന സൺഡേയിലത്തേക്ക് ഈ ഒരു ടെസ്റ്റിന് നമ്മളൊന്ന് പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സൺഡേ വേറെ വീഡിയോസൊന്നും ഇല്ലാതെ നമ്മൾ ഈ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം വൈകിട്ട് നമ്മളുടെ യൂഷ്വൽ സമയത്ത് മതിയോ ടെസ്റ്റ്, അതോ പകൽ സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഉച്ചയ്ക്കൊരു 12 മണിയോ അല്ലെങ്കിൽ രാവിലെ ഒരു 10 മണിയോ അല്ലെങ്കിൽ വൈകിട്ടൊരു 4 മണിയോ, ഇതൊക്കെ ഇങ്ങനെയാണ് ഞാൻ ഓപ്ഷൻസ് വെക്കുന്നത്. രാവിലെ 10 മണി, ഉച്ചയ്ക്ക് ഒരു 12 മണി, വൈകിട്ട് 4 മണി. അപ്പോൾ ഇതിലേതെങ്കിലും ഓപ്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ യൂഷ്വൽ സമയം 6 മണി, ഇതിലേതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടെ അറിയിക്കാം. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ടെസ്റ്റ് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ പ്രോഗ്രസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അതിന് ശേഷം നമ്മൾക്ക് ഈ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്ര നാളായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ചിട്ട് ചെറിയ ചെറിയ ഷോർട്സ് നല്ല രീതിയിൽ ഈ പഠിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രാക്ടീസ് സെഷനും കൂടെ നടത്താമെന്ന് വിചാരിക്കണം. അപ്പോൾ ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്കൊരു പ്രാക്ടീസ് പോലെ കൂടെ ആകും അല്ലേ. നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി, എത്രത്തോളം മിസ്സായി എന്നുള്ളത് നോക്കിയിട്ട് എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുന്ന ഒരു സെഷനായിട്ട് അത് മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയാം, അതായത് നമ്മൾക്ക് ഈ പറഞ്ഞ 17th ഈ മെയ് 17th അങ്ങനെ ഒരു ടെസ്റ്റ് പോലെ വയ്ക്കാം, അല്ലെങ്കിൽ വരുന്ന സൺഡേ വയ്ക്കാം. എപ്പോഴാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് അറിയിക്കണം. അപ്പോൾ അതനുസരിച്ച് എനിക്ക് പ്ലാൻ ചെയ്തിട്ട് അടുത്തൊരു വീഡിയോയിൽ കറക്റ്റ് ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും ഒക്കെ പറയാം. അപ്പം കമൻറ്റ് സെക്ഷനിലൂടെ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇതൊരു കുട്ടിയ വീഡിയോ ആയിരുന്നു. ഇറ്റ്സ് ജസ്റ്റ് ടു നോ യുവർ ഒപ്പീനിയൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.